ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഡ്രീം. ടെക് ഭീമന്മാർക്ക് സ്വദേശിവൽക്കരണ നിർദ്ദേശം. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെയും തൊഴിൽ കമ്പോളത്തെയും രൂപപ്പെടുത്തുന്നതിൽ തന്റേതായ നിലപാടുകൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ നടന്ന ഒരു നിർണായക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ സംസാരിക്കവേ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികൾക്ക് അദ്ദേഹം ഒരു കർശന നിർദ്ദേശം നൽകി. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെ നിയമനം നിർത്തിവെച്ച് അമേരിക്കയിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പ്രസ്താവന അമേരിക്കൻ സാമ്പത്തിക നയത്തിൽ ട്രംപ് വരുത്താൻ ആഗ്രഹിക്കുന്ന അമൂലമായ മാറ്റങ്ങളെയും ടെക് വ്യവസായത്തിന്റെ ആഗോളവൽക്കരണ സമീപനത്തോടുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തിയും എടുത്തു കാണിക്കുന്നു. ട്രംപിന്റെ കാഴ്ചപ്പാടിൽ അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനോ ഇന്ത്യൻ ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതിനോ പകരം സ്വദേശീവൽക്കരണത്തിന് ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. വീട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ട്രംപ് ഊന്നി പറഞ്ഞു. ടെക് വ്യവസായത്തിന് നിലവിലെ ആഗോളവാദ സമീപനം പല അമേരിക്കക്കാരെയും അവഗണിക്കുന്നതായി തോന്നുന്നുവെങ്കിലും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടെക് വ്യവസായത്തോടുള്ള ട്രംപിന്റെ വിമർശനം ഇവിടെ അവസാനിക്കുന്നില്ല. ചില മുൻനിര ടെക് കമ്പനികൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെയും അവസരങ്ങളെയും ഉപയോഗിച്ച് വലിയ ലാഭം കൊയ്തിട്ടുണ്ടെന്നും എന്നാൽ അവർ രാജ്യത്തിന് പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ പ്രവണത അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒന്നാണെന്നും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാ പിന്തുണയും നൽകേണ്ടതുണ്ട്. നിങ്ങൾ അമേരിക്കയെ ഒന്നാമതെത്തിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അത് ചെയ്യണം. അതാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത്, ട്രംപ് തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു. ഇത് അമേരിക്കൻ ബിസിനസ് ലോകത്തിന് അദ്ദേഹം നൽകുന്ന വ്യക്തമായ സന്ദേശമാണ്. രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണം. ഈ ഉച്ചകോടിയിൽ വെച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട 3 പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ട്രംപ് ഒപ്പുവെച്ചു. ഈ ഉത്തരവുകൾ അമേരിക്കൻ AI വികസനം ത്വരിതപ്പെടുത്തുന്നതിനും അതിന്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ദേശീയ തന്ത്രം രൂപീകരിക്കുക എന്ന വിശാലമായ ലക്ഷ്യമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് വിന്നിംഗ് ദ റേസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയും കമ്പനികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നത് എളുപ്പമാക്കുകയും ചെയ്യുക എന്നതാണ്. അമേരിക്കയെ ആഗോള AI മത്സരത്തിൽ മുന്നിൽ നിർത്തുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനകളും പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ആഗോള ടെക് വ്യവസായത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയെ ടെക് ഇന്നോവേഷന്റെയും ഉൽപാദനത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുക എന്ന അദ്ദേഹത്തിന്റെ നയം നിലവിൽ ആഗോള വിതരണ ശൃംഖലയെയും തൊഴിൽ വിപണിയെയും ആശ്രയിക്കുന്ന കമ്പനികൾക്ക് വലിയ വെല്ലുവിളിയാകും. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് IT ടെക് സേവന മേഖലകളിൽ ഇത് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ കമ്പനികൾ വിദേശ ജീവനക്കാരെ നിയമിക്കുന്നത് കുറയ്ക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ടെക് പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ തൊഴിൽ ലഭിക്കുന്നത് കൂടുതൽ ദുഷ്കരമായേക്കാം. ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തുക, ആഗോള മത്സരത്തിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പാക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രായോഗിക രൂപീകരണമാണിത്. കോർപ്പറേഷനുകൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെക്കാൾ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. എങ്കിലും ഈ നയങ്ങൾ പ്രായോഗിക തലത്തിൽ എത്രത്തോളം വിജയകരമാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ടെക് വ്യവസായം സങ്കീർണമായ ആഗോള വിതരണ ശൃംഖലകളെയും വൈവിധ്യമാർന്ന തൊഴിൽ ശക്തിയെയും ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. പെട്ടെന്നുള്ള നയപരമായ മാറ്റങ്ങൾ ഈ വ്യവസായത്തിൽ കാര്യമായ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചേക്കാം. സാമ്പത്തിക വിദഗ്ധരും വ്യവസായ പ്രമുഖരും ട്രംപിന്റെ ഈ നീക്കങ്ങളെ വിവിധ കോണുകളിൽ നിന്ന് വിലയിരുത്തുന്നുണ്ട്. ഇത് അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവാകുമോ അതോ ആഗോളതലത്തിൽ ടെക് വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നത് വരും നാളുകളിൽ വ്യക്തമാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ അമേരിക്കയുടെ മുന്നേറ്റം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഗവേഷണ വികസന മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ ആവശ്യപ്പെടുന്നു. ഡാറ്റാ സെന്ററുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് AI സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് അമേരിക്കയെ AI രംഗത്ത് ഒരു ആഗോള ശക്തിയായി നിലനിർത്താൻ സഹായിക്കും. എന്നിരുന്നാലും ഈ പദ്ധതികൾക്ക് ആവശ്യമായ ധനസഹായവും മനുഷ്യശേഷിയും എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് ഒരു പ്രധാന ചോദ്യമാണ്. മൊത്തത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനകളും നയപരമായ നീക്കങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക ടെക് നയങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു. ഇത് ആഗോള ടെക് വ്യവസായത്തെയും പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അമേരിക്കൻ കമ്പനികൾക്ക് ഇതൊരു വെല്ലുവിളിയാണോ അതോ പുതിയ അവസരങ്ങളാണോ തുറന്നു നൽകുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് ദർശനം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നത് രസകരമായിരിക്കും.